എന്തൊരു കിടിലൻ പ്രമോ അല്ലേ. ആരാണ് ഇന്ന് ശരിക്കും പോകാൻ പോകുന്നത്? ഗബ്രിയാണോ? സിജോയും ശരണയും വിരിച്ച വലയിൽ ഗബ്രി വീണുപോയോ? നീ എലിമിനേഷനിൽ വന്നാലും ഒരിക്കലും പോകില്ല എന്ന് സിജോ ഗബ്രിയോട് പറയുന്നുണ്ട്. സിജോ പുറത്തുപോയി വന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ ആ പറച്ചിൽ ഗബ്രിയിൽ ചിലപ്പോൾ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയിരുന്നിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഗബ്രി പവർ റൂമിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് അതായത് ശരിക്കും പറഞ്ഞാൽ ഗബ്രിക്ക് മനസ്സൊന്നുമില്ല ഇറങ്ങാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇറങ്ങിയാലും എനിക്ക് കുഴപ്പം വരാൻ സാധ്യതയില്ല എന്ന ഒരു തിങ്കിങ് സത്യത്തിൽ അത് സിജോ ഇട്ടുകൊടുത്തതാണ്. പുറത്തു പോകാൻ താല്പര്യമില്ലെങ്കിലും താൻ ഇറങ്ങാൻ റെഡിയാണെന്ന് ഗബ്രിയെ കൊണ്ട് ശരണ്യെ വളരെ നൈസായിട്ട് അവിടെ പറയിപ്പിക്കുകയാണ് ഉണ്ടായത്. അതായത് ഒരു 50-50 മനസ്സിൽ നിൽക്കുന്ന ഗബ്രിയെ അത് പറയിപ്പിച്ചത്, അതായത് ആ സാഹചര്യം മുതലാക്കി അവിടെ പറയിപ്പിച്ചത് ശരണ്യായിരുന്നു. അത് സിജോയും ശരണ്യയും തമ്മിലുള്ള ഒരു പ്ലാനാണ്. നന്ദനയെ പവർ റൂമിൽ കയറ്റിയത് ഇതിന്റെ ഭാഗമാണ്. നന്ദന പുറത്തായിരുന്നുവെങ്കിൽ ചിലപ്പോൾ ഔട്ടാവുമായിരുന്നു. അങ്ങനെ വീക്കായ നന്ദനയെ അവർ പവർ റൂമിൽ കയറ്റുകയും ഗബ്രിയെയും ജാസ്മിനെയും നോമിനേഷനിൽ ഇടുകയും ചെയ്തു. ഇന്ന് ഗബ്രി ആണ് ഔട്ടായതെങ്കിൽ അത് സായിയുടെയും ശരണ്യയുടെയും സഹായത്തിൽ നടപ്പിലായ സിജോയുടെ മാസ്റ്റർ പ്ലാനാണ്. ഇനി ബിഗ് ബോസ് വല്ല ട്വിസ്റ്റും കൊണ്ടുവരുമോ എന്നറിയില്ല. ഇനി ജാസ്മിൻ പോകുമോ? ഋഷി, ഗബ്രി, അൻസിബ, ജാസ്മിൻ ഇവർ ഒഴിച്ച് ബാക്കി എലിമിനേഷൻ ലിസ്റ്റിൽ ഉള്ളവരുടേത് നാളെയാണ്. ഇനി ഗബ്രി ആണ് പോകുന്നതെങ്കിൽ ഇനി ജാസ്മിൻ എങ്ങനെ ഗെയിം ഒറ്റയ്ക്ക് കളിക്കുമെന്നത് എല്ലാവർക്കും കൗതുകമുണർത്തുന്ന, എല്ലാവരും നോക്കിയിരിക്കുന്ന ഒരു കാര്യമാണ്. അതിന്റെ കഴിവൊക്കെ തീർച്ചയായിട്ടും ജാസ്മിനുണ്ട്. ജാസ്മിൻ പക്ഷെ അത് എങ്ങനെയാണ് ഉപയോഗിക്കാൻ പോകുന്നത് എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്റെ അഭിപ്രായത്തിൽ ഗബ്രി ജാസ്മിൻ ബന്ധം ഒരു ടോക്സിക് ആണ്. ജാസ്മിന്റെ ഗെയിം തന്നെ ഒരുവിധം തകർത്ത് തരിപ്പണമാക്കിയിട്ടുണ്ട് ഗബ്രിയുമായുള്ള റിലേഷൻഷിപ്പ് വെച്ചത് മുതൽ. ഇനി വല്ല സീക്രട്ട് റൂമിലേക്കോ മറ്റോ ആയിരിക്കുമോ ഗബ്രിയെ കൊണ്ടുചെന്നാക്കുന്നത്? ഒന്നും അറിയില്ല. ഏതായാലും ജബ്രി യുഗം അവസാനിച്ചോ എന്ന് നമുക്ക് ഇന്ന് നൈറ്റിൽ അറിയാൻ സാധിക്കും. നന്ദി, നമസ്കാരം.